ശ്ലോകം 3. വാസുദേവ തവ ഭാസമാനമിക രാസകേളിരസസൗരഭം. ആരാണീ ഭഗവാൻ? വാസുദേവനാണ്. എല്ലായിടത്തും വസിക്കുന്നവനാണ് വാസുദേവൻ. വസതി സർവം ഇതി വാസു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ വസിക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാന്റെ വെറുമൊരു കാൽഭാഗം. ബാക്കി 3/4 ഭാഗം സച്ചിദാനന്ദമായിട്ട് കിടക്കണം, പരന്ന് കിടക്കണം. അവിടെ ഇരുന്നിട്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. ദിവ്യതി ഇതി ദേവ. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാണ് ദേവൻ. ഈ ഭഗവാൻ ആരാണ്? വാസുവുമാണ്, ദേവനുമാണ്. വാസുശ്ച അസൗ ദേവശ്ച വാസുദേവ. എല്ലായിടത്തും വസിച്ച് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നു, എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു. സ്ഥൂലമായിട്ടുള്ള ശരീരത്തിനെയും പ്രകാശിപ്പിക്കുന്നു, സൂക്ഷ്മമായിട്ടുള്ള അന്ധകരണത്തിനെയും പ്രകാശിപ്പിക്കുന്നു. തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം. രാസകേളി, രാസക്രീഡ, എന്തെന്നില്ലാത്ത രസമുള്ളത്, ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നത്, ശൃംഗാരാദി രസങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ അത് സൗരഭമാണ്, ഏറ്റവും ഭംഗി ഉള്ളത്. സൗരഭ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്, ഏറ്റവും ഭംഗിയുള്ളതുമാണ്. മനോഹരമായിരിക്കുന്ന ആ രാസക്രീഡ ഭഗവാൻ യമുനാതീരത്ത് എല്ലാവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ഭാസമാനം ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. സകല ഗോപികളെ സംബന്ധിച്ചും ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ദൂരതോ വിഖലു നാരദാഗതിതം. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവർഷിയായ നാരദൻ എവിടെ ഭഗവാന്റെ ലീലകളുണ്ടോ അവിടെ എത്തിച്ചേരും. അങ്ങനെ യമുനാതീരത്ത് രാസക്രീഡ നടക്കുന്നുണ്ട് എന്ന് ദൂരത്ത് വെച്ച് തന്നെ ദേവന്മാർ കേട്ടു. നാരദൻ വീണയിൽ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണല്ലോ. അവരെല്ലാവരും കേട്ടു. ദൂരതോ വിഖലു നാരദാഗതിതം. അങ്ങനെ നാരദനാൽ പറയപ്പെട്ടത് ആകലയ്യ കേട്ടിട്ട് കുതുകാകുല, അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഭഗവാന്റെ ആ രാസക്രീഡ, ഗോപികളുമായിട്ടുള്ളതായ രാസക്രീഡ. ഗോപികളാരാണ്? ദേവന്മാരാണ്. ആ ദേവന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ വിധത്തിൽ ആദ്യത്തെ 11 വർഷം ആ ഗോകുലത്തിൽ കഴിഞ്ഞത്. ഗോപന്മാർ, ഗോപികൾ, ഗോക്കൾ എല്ലാവരും ദേവന്മാർ. അവരെ ആനന്ദിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്വർഗത്തിലുള്ളതായ ആ ദേവിമാർ വേഷഭൂഷണ വിലാസപേശല വിലാസിനീശതസമാവൃത. വേഷത്തിൽ നന്നായിട്ട് അലങ്കരിച്ച് ശരീരം എല്ലാവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന വിധത്തിൽ ആക്കി തീർത്തുകൊണ്ട്, അപ്പോൾ വസ്ത്രങ്ങൾ, വേഷം, ഭൂഷണം, ആഭരണങ്ങൾ, അതുകൊണ്ടെല്ലാം നന്നായിട്ട് വിലസിക്കുക, ശോഭിക്കുക. അതിൽ സമർത്ഥകളാണ് ഈ ഗോലോകത്തിൽ സ്വർഗലോകത്തിലുള്ളതായ ആ ദേവിമാർ. അവരെല്ലാവരും ഇത് കേട്ടു ഭഗവാനെ കാണാനായിട്ട് വരികയാണ്. വിദ്യാധര സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകൾ, അവരൊക്കെ ഇടയിലുള്ള ദേവന്മാരാണ്. വിലാസിനി ശതസമാവൃത, നൂറ്റുകണക്കിന്, ആയിരക്കണക്കിന് ആ വിലാസിനിമാർ സ്വർഗത്തിൽ നിന്നും ആകാശത്തിൽ നിന്നും അവർ വന്നു. അനേകം ദേവവൃന്ദങ്ങളുണ്ട്.
അവരൊക്കെ ഈ ആകാശത്തിൽ അന്തരീക്ഷത്തിലാണ് അവരുടെ സ്ഥാനം. കിന്നരന്മാർ, ചാരണന്മാർ, കിംപുരുഷന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, അവരൊക്കെ എവിടെ ഭഗവാനുണ്ടോ അവിടെ മുകളിൽ വന്ന് ആരെയും കാണില്ല, ആരെയും നമുക്ക് കാണാൻ സാധിക്കില്ല. സൂക്ഷ്മ ശരീരികളാണ്. ഭഗവാന്റെ രാസക്രീഡ കണ്ട് ആനന്ദിക്കാൻ വേണ്ടി വരുന്നു. അവരുടെ പത്നിമാരോടുകൂടി വന്നു. ഭേഷഭൂഷണ വിലാസപേശല വിലാസിനി ശതസമാവൃത. അങ്ങനെ നൂറ്റിക്കണക്കിന് ആൾക്കാർ നാഗതോ യുഗവതാഗത ആ സ്വർഗത്തിൽ നിന്ന് ഒന്നിച്ചു വന്നു. എവിടെ നിൽക്കണു? വിയതി അങ്ങ് ആകാശത്തിൽ, യമുനാതീരത്തിൻ്റെ മുകളിലുള്ള ആകാശത്തിൽ അവരെത്തി. എങ്ങനെ വന്നു? വേഗതോ, വളരെ വേഗത്തിലെത്തി. അല്പം പോലും നമുക്കത് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞ് എല്ലാവരും എത്തി. അങ്ങനെ സൂര്യമണ്ഡലി, ആ ദേവന്മാരുടെ സമൂഹം മുഴുവൻ, സ്വർഗത്തിൽ നിന്നും മധ്യത്തിലുള്ളതായ ആ ഭൂവർലോകത്തിൽ നിന്നും എല്ലാ ദേവന്മാരും അവരുടെ പത്നിമാരോടുകൂടി വന്നു ചേർന്ന് അത് കണ്ട് ആനന്ദിക്കുകയാണ്. അത്യന്തം മനോജ്ഞകമായിട്ടുള്ള മനോഹരമായിട്ടുള്ളതായ അവരുടെ ആ നൃത്തം, ലാസ്യ നൃത്തം ദേവന്മാർ കണ്ട് ആനന്ദിച്ചു. ഭഗവാനും അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി വേണുവിൽ ഗാനം ആലപിച്ചു.